രൂപതകളിലൂടെ പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ ചരിത്ര വഴികളാണ്. തിരുവല്ല അതിരൂപത വിഭജിച്ച് 2003 ഈ രൂപത സ്ഥാപിതമാകുന്നത്. രൂപതയുടെ കൂടുതൽ പ്രവർത്തനങ്ങളും വിശേഷങ്ങളും അഭിവന്യ യുഹാനോന്മാർ തിയോഡ്യഷ്യസ് മെത്രാപ്പൊലീത്തായുടെയും മറ്റു വൈദികരുടെയും വാക്കുകളിലൂടെ നമുക്ക് തിരിച്ചറിയാം. മൂവാറ്റുപുഴ ഭദ്രാസനം സ്ഥാപിതമായത് 2003 ജനുവരി 15. ആദ്യത്തെ ഇടയൻ ആയി നിയമിക്കപ്പെട്ടത് അഭിവന്യനായ ഇപ്പോൾ തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹമാണ് ഈ രൂപതയ്ക്ക് അടിത്തറ പണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നീട് 2007 രണ്ടാമത്തെ രൂപതയുടെ അധ്യക്ഷൻ വന്നു. ആദ്യത്തെ അധ്യക്ഷൻ തിരുവല്ല അതിഭദ്രാസനത്തിൻ്റെ ആർച്ച് ബിഷപ്പായി മാറുകയും തൽസ്ഥാനത്തേക്ക് അഭിമന്യനായ ഡോക്ടർ എബ്രഹാം മാർ ജൂലിയോസ് മെത്രാപ്പൊലീത്ത നിയമിതനാകുകയും ചെയ്തു. അദ്ദേഹം 2019 വരെ ഈ ഭദ്രാസനത്തെ എല്ലാ രീതിയിലും നന്മയുടെ പാതയിലേക്ക് നയിച്ചു. അതിന് ഉദാഹരണം കത്തീഡ്രൽ ദേവാലയം പണിത അദ്ദേഹമാണ്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത അദ്ദേഹം തന്നെയാണ്. അരമന അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ പണിതതാണ്. അങ്ങനെ സഭയ്ക്ക് ഭദ്രാസനത്തിന് വീണ്ടും അടിത്തറ പാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് 2018 എന്നെ ഈ രൂപതയുടെ കോ അഡ്ജിത്തോർ മെത്രാനായി നിയമിക്കുന്നത്. അനന്തര അവകാശി സ്ഥാനമുള്ള മെത്രാപ്പൊലീത്തയായി നിയമിച്ചു. ഒരു വർഷം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കൂരിയ മെത്രാനായിരിക്കെ ഇവിടെ കടന്നുവന്ന് ആ ശുശ്രൂഷ നിർവഹിച്ചു. 2019 ജൂൺ 12 ഈ രൂപതയുടെ ഇടയ ശുശ്രൂഷ ഔദ്യോഗികമായി എനിക്ക് നൽകപ്പെട്ടു. ഈ രൂപതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 5 റവന്യൂ ജില്ലകൾ ചേരുന്ന ഒന്നാണ്. ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോയമ്പത്തൂർ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും വളരെ വ്യത്യസ്തമായ കൾച്ചർ, സാമൂഹിക മാനങ്ങൾ ഉള്ള ഒരു രൂപതയാണിത്. 73 ഇടവകളും മിഷനുകളും ഈ ഭദ്രാസനത്തിനുണ്ട്. 63 വൈദികര് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഏതാണ്ട് 80-ലധികം സന്യസ്തർ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ബഥനി ഫാദേഴ്സ് അതിൻ്റെ പ്രൊവിൻഷ്യലേറ്റ് ദേശം എന്ന് പറയുന്ന ആലുവയ്ക്കടുത്ത പ്രദേശത്താണ്. അവരുടെ വലിയ സേവനം ഈ ഭദ്രാസനത്തിന് ലഭിക്കുന്നു. ഇടവകളിൽ അവരുടെ സാന്നിധ്യമുണ്ട്. അതുപോലെ ബഥനി സിസ്റ്റേഴ്സ്, മേരി മക്കൾ സിസ്റ്റേഴ്സ്, ദീന സേവാ സംഘ അംഗങ്ങൾ, ഹോളി സ്പിരിറ്റ് സിസ്റ്റേഴ്സ് എല്ലാം കൂടി ഏതാണ്ട് 80-ൽ പരം സന്യസ്തര് ഈ ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അജപാലന മേഖലയിൽ വളരെ വളരെ ഉയർന്നു നിൽക്കുന്ന, കൂടുതൽ പ്രേക്ഷിത മേഖലകളെ തേടിയിറങ്ങുന്ന ഒരു ജനസമൂഹമാണിത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു എക്യുമെനിക്കൽ റിലേഷൻഷിപ്പ് ഇവിടെ സംജാതമാണ്. സഹോദര സഭകളുടെ സാന്നിധ്യം. കത്തോലിക്ക സഭയുടെ 3 റീത്തുകൾ, ലത്തീൻ സഭാസമൂഹം, സിറോ മലബാർ സഭാസമൂഹം, മലങ്കര സുറിയാനി കത്തോലിക്ക സഭ, ഇത് 3 ചേർന്നുള്ള ഒരു അനുഗ്രഹകരമായ കൂട്ടായ്മ ഇവിടെ നിലനിൽപ്പുണ്ട്. അത് ഈ ഭദ്രാസനങ്ങളിലെല്ലാം, ഞങ്ങളുടെ ഈ 5 ജില്ലകളിലും അതെടുക്കുമ്പോൾ വളരെ അനുഗ്രഹീതമായി പോകുന്നു. അതാത് തലങ്ങളിലുള്ള പിതാക്കന്മാരുമായിട്ട് ഒരു ആത്മബന്ധം പുലർത്താനും ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുപോലെ നാനാ ജാതി മതസ്ഥര്, ഇസ്ലാം മതത്തിലുള്ളവര്, ഹൈന്ദവ മതത്തിലുള്ളവര്, മറ്റ് മതത്തിലുള്ള എല്ലാവരെയും ഈ പ്രദേശത്തിൻ്റെ ഒരു സ്വത്തായിട്ട് കണക്കാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലും
വളരെ അനുഗ്രഹീതമായ ഒരു ചെറിയ രൂപതയാണ്. വിസ്തൃതത്തിൽ വളരെ വലുതാണ്. എങ്കിലും പ്രേക്ഷിത മേഖലയിൽ സമുന്നതമായ ഒരു മാതൃക നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഈ രൂപതയുടെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുക. അതിനാണ് പ്രത്യേകമായിട്ട് ഞങ്ങൾ കോയമ്പത്തൂർ പ്രദേശം തിരഞ്ഞെടുത്തത്. ഇപ്പോൾ അവിടെ ഏതാണ്ട് 4 മിഷൻസ് ഉണ്ട്. ഒരു മിഷൻ തുടങ്ങാനുള്ള എല്ലാ തയ്യാറെടുപ്പിലുമാണ്. രണ്ടാമതായി, ഈ ഭദ്രാസനം എടുത്തിരിക്കുന്ന ഒരു നിയോഗം പുനരൈക്യ നിയോഗമാണ്. അതായത് കാതോലികവും ശ്ലൈഹികവും ഏകവും ആയ കത്തോലിക്ക സഭയിലേക്ക് ദൈവജനത്തെ ചേർക്കുക. ഒരു സഭയുടെ അടിസ്ഥാന ലക്ഷ്യമാണ്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. യഥാർത്ഥ സഭാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തുക എന്നുള്ളതും ഈ സഭയുടെ ഒരു നിയോഗം തന്നെയാണ്. മൂന്നാമതായിട്ട്, പാവപ്പെട്ടവരെ സഹായിക്കുക, അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് ഈ സഭ മുൻഗണന കൊടുത്ത് നിർത്തിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കാരുണ്യത്തിൻ്റെ മേഖലയിലും സുവിശേഷത്തിൻ്റെ മേഖലയിലും എക്യുമിനിസത്തിൻ്റെ മേഖലയിലും അതുപോലെ മറ്റ് മതങ്ങളോടുള്ള സംവാദങ്ങളുടെ കാര്യത്തിലും അനുഗ്രഹകരമായി വളരുന്ന ഒരു രൂപതയാണ് മൂവാറ്റുപുഴ ഭദ്രാസനം എന്ന് അറിയിക്കുന്നതിൽ, പറയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. മൂവാറ്റുപുഴ രൂപതയുടെ വിദ്യാഭ്യാസപരമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അത് എങ്ങനെയൊക്കെയാണ് രൂപതയിൽ ഇപ്പോൾ നടപ്പിലാക്കുന്നത്? എയ്ഡഡ് മേഖലകളിലും അൺഎയ്ഡഡ് മേഖലകളിലുമായി വിദ്യാഭ്യാസ മേഖലയിൽ മൂവാറ്റുപുഴ ഭദ്രാസനം പ്രവർത്തിച്ചു വരും. മൂവാറ്റുപുഴ ഭദ്രാസനത്തിന് കീഴിൽ മങ്ങാട്, വെളിയനാട്, കുന്നംകുളം, കരിമ്പ, കോതമംഗലം, കരുവാങ്കോട്, മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലായി 6 ഹയർ സെക്കൻഡറി സ്കൂളുകളും തിരുവാണിയൂർ, വെളിയനാട്, പിറവം, കോതമംഗലം, മൂവാറ്റുപുഴ, എളനാട്, കരുവാങ്കോട്, കുന്നംകുളം, മങ്ങാട്, കരിമ്പ എന്നിവിടങ്ങളിലായി 10 ഹൈസ്കൂളുകളും 11 അപ്പർ പ്രൈമറി സ്കൂളുകളും 12 ലോവർ പ്രൈമറി സ്കൂളുകളും 3 പ്രീ പ്രൈമറി സ്കൂളുകളും പ്രവർത്തിച്ചു വരുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ മികച്ച ITI സ്ഥാപനങ്ങളിൽ ഒന്നാണ് മാർ സെവേറിയൂസ് മെമ്മോറിയൽ ITI പിറവം. അഭിഭക്ത തിരുവല്ല ഭദ്രാസനത്തിൻ കീഴിൽ 1970കളുടെ അവസാനത്തിൽ ബഹുമാനപ്പെട്ട ചാക്കോ എലവുംപറമ്പിൽ അച്ഛൻ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ഈ സ്ഥാപനം അനേകം ചെറുപ്പക്കാർക്ക് തൊഴിൽ പരിശീലനവും അതോടൊപ്പം പ്ലേസ്മെൻറ്റും ഈ സ്ഥാപനം വഴി നൽകി വരുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഭദ്രാസനത്തിന് ഒരു കോളേജ് ഉണ്ടായിരുന്നില്ല. എന്നാൽ മൂവാറ്റുപുഴ ഭദ്രാസനത്തിലെ 3ാമത്തെ മെത്രാപ്പൊലിത്തയായ അഭിമന്യ യൂഹാനോൻ മാർ തേഡേഷ്യസ് തിരുമേനിയുടെ അക്ഷീണ പരിശ്രമത്താൽ 2023 പാലക്കാട് ജില്ലയിൽ വടക്കാഞ്ചേരിയിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ മാർ യുവാനിയൻ സെൽഫ് ഫിനാൻസ് കോളേജും പ്രവർത്തിച്ചു വരുന്നു. ഈ സ്ഥാപനങ്ങളെല്ലാം മൂവാറ്റുപുഴ ഭദ്രാസനത്തിലെ കോർപ്പറേറ്റ് മാനേജർ എന്ന തസ്തികയ്ക്ക് കീഴിലാണ് പ്രവർത്തിച്ചു വരുന്നത്. മൂവാറ്റുപുഴ രൂപതയുടെ ആതുര ശുശ്രൂഷ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അത് എങ്ങനെയാണ് ജനങ്ങളിലേക്ക്, പൊതുസമൂഹത്തിലേക്കും നമ്മുടെ ക്രൈസ്തവ രൂപത സമൂഹത്തിലേക്കുമൊക്കെ എത്തിക്കുന്നത്? സമൂഹത്തിലുള്ള രോഗികളെ സഹായിക്കാനുള്ള ഒരു പദ്ധതി ആദ്യം മുതൽക്ക് തന്നെ മൂവാറ്റുപുഴ രൂപതയുടെ
ഒരു പ്രത്യേക ദൗത്യമായിട്ട് മാറുന്നുണ്ടായിരുന്നു. അതുവഴിയായിട്ട് നിരവധി ആളുകൾക്ക് ഈ ശുശ്രൂഷ അവരുടെ രോഗാവസ്ഥയിലും അവരുടെ പ്രയാസങ്ങളിലും അവരെ സഹായിക്കുക എന്ന മനോഭാവത്തോടു കൂടെയാണ് രൂപത ഈ നിമിഷം വരെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഇടവക കേന്ദ്രീകരിച്ചാണ്. ഇടവകയുടെ മറ്റു പല മേഖലകളിലും അതേപോലെ തന്നെ സംഘടനകളിലും ചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിക്കുക, രോഗികളെ കണ്ടെത്തുക, അവർക്ക് ഭൗതികമായിട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അവരെ സഹായിക്കുക. അത് പല വിധത്തിൽ ചെയ്യുന്നുണ്ട്. അത് സാമ്പത്തികമായിട്ടും അവർക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങളായിട്ടും അവരെ ശുശ്രൂഷിക്കുന്നതായിട്ടും അവരെ സഹായിക്കുന്ന മേഖലകളിലും, അങ്ങനെ വിവിധ മേഖലകളിൽ അവരെ സഹായിക്കുക എന്ന ദൗത്യമാണ് രൂപത ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മൂവാറ്റുപുഴ രൂപതയിൽ കുന്നംകുളം അഞ്ഞൂർ കേന്ദ്രമാക്കി വൃദ്ധർക്ക് വേണ്ടി, പ്രായമായ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഭവനം അവിടെ സ്ഥാപിതമായിട്ടുണ്ട്. മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്തായുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ഈ സ്ഥാപനം അത് സ്തുത്യർഹമായ ശുശ്രൂഷ ചെയ്തു വരുന്നു. അവിടെ നിയമിക്കപ്പെട്ടിരിക്കുന്ന വൈദികരിലൂടെയും അവിടെ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളിലൂടെയും സമൂഹത്തിന് ഒരു വലിയ ശുശ്രൂഷയാണ് അവിടെ ചെയ്യുന്നത്. ആ രോഗികളെ സംരക്ഷിക്കുക, പ്രായമായ അവർക്കുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുക. ധാരാളം ആളുകൾ അതിനുവേണ്ടി ഈ സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥാപനം മുമ്പോട്ട് പോകുന്നത്. അതുമാത്രമല്ല, ഇടവകൾ കേന്ദ്രീകരിച്ചും നമ്മുടെ സംഘടനകൾ വഴിയായിട്ടും രോഗികളെ കണ്ടെത്തുക, അങ്ങനെയുള്ള ശുശ്രൂഷകളും ചെയ്യുന്നുണ്ട്. സെൻറ്റ് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി വഴിയായിട്ടുള്ള ശുശ്രൂഷകൾ വളരെ മഹത്തരമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ ഈ സമയത്ത് വളരെ നന്ദിയോടെ ഓർക്കുന്നതാണ്. അതേപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള, അത് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു ഭവനം മൂവാറ്റുപുഴ രൂപതയിൽ അത് നടത്തി വരുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് അവർ തന്നെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അപ്പോൾ അത് മൂവാറ്റുപുഴ രൂപതയിലൂടെ ഒരു പ്രത്യേക ദൗത്യമായിട്ട് മാറുകയാണ്. അതേപോലെ തന്നെ പാലിയേറ്റീവ് കെയർ എന്ന ഒരു വലിയ സംരംഭമാണ്. ആ ശുശ്രൂഷ അത് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഭവനവും മൂവാറ്റുപുഴ രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ധാരാളം രോഗികൾക്ക് അവരുടെ ആശകൾ നഷ്ടപ്പെടുന്ന സമയത്ത് അവർക്ക് ആശാകിരണമായിട്ട് അവരെ സഹായിക്കുക, അവരെ ശുശ്രൂഷിക്കുക എന്ന ദൗത്യം അവിടെ നടന്നു വരും. അതേപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഭവനം മൂവാറ്റുപുഴ രൂപതയിൽ വടകോട് സ്ഥലത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതൊരു സമൂഹത്തെ ഏൽപ്പിച്ച് ആ ശുശ്രൂഷ രൂപതയ്ക്ക് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ സ്ഥാപനങ്ങൾ വഴിയായിട്ട് ആതുര ശുശ്രൂഷ സേവന രംഗം മൂവാറ്റുപുഴ രൂപത വളരെ സജീവമായിട്ട് തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ നിരവധി ആളുകൾ രൂപതയുടെ പല കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് രോഗി സഹായങ്ങൾ അങ്ങനെയുള്ള ആവശ്യങ്ങളുമായിട്ട് കടന്നു വരുമ്പോൾ അവരെ ഒരു മടിയും കൂടാതെ ഏറ്റവും നല്ല ശുശ്രൂഷ കൊടുക്കുന്നതിന് വേണ്ടി രൂപതയ്ക്ക് സാധിക്കുന്നുണ്ട്. ഈ മേഖലകളിലെല്ലാം അതിന് സഹായിക്കുന്ന ആളുകളുടെ സേവനവും അവരുടെ പ്രവർത്തനവും രൂപതയ്ക്ക് വളരെയധികം മുതൽക്കൂട്ടാണ്. ഈ സമയത്ത് അവരെ നന്ദിയോടെ ഓർക്കുന്നു. മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ സാമൂഹ്യപരമായ ഇടപെടൽ അത് പൊതുസമൂഹത്തിലും രൂപതാ സമൂഹത്തിനുമൊക്കെ എങ്ങനെയാണ് ഗുണപ്പെടുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് രൂപത ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മൂവാറ്റുപുഴ രൂപതയുടെ ചാരിറ്റിയുടെ ഒരു മുഖമാണ് സമൃദ്ധി സോഷ്യൽ സർവീസ് സൊസൈറ്റി. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് 2018 വെള്ളപ്പൊക്ക സമയത്ത്, ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ഒത്തിരി പേർക്ക് താങ്ങായി നിന്നത് സമൃദ്ധിയാണ്. അവിടെ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും ഒക്കെ കൊടുത്ത് കോടികളുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ജാതിയും മതവും നോക്കിയിട്ടല്ല, വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ നാം എല്ലാവരും ദൈവമക്കളാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ചാരിറ്റി ചെയ്യാനായിട്ട് സൊസൈറ്റി ആഗ്രഹിക്കുകയാണ്. അഭിവന്ദ്യ യൂഹാനോർ മോർ തെയോഡോഷ്യസ് പിതാവിൻ്റെ ചാരിറ്റിയുടെ ഭാഗമായിട്ട് 2030 ഭവനമില്ലാത്തവർക്ക് ഞങ്ങളുടെ മൂവാറ്റുപുഴ മേഖലയിൽ ഭവനം കൊടുക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അതിനു വേണ്ടിയിട്ട് തുടക്കം കുറിച്ചു. 15 ഭവനങ്ങൾ പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ വലിയൊരു ചാരിറ്റി പ്രവർത്തനമായിട്ട് നമുക്കറിയാം, സമൂഹത്തിൽ ഏറ്റവും
ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി, പ്രത്യേകിച്ച് ഈ മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, കോട്ടയം ടൗണുകളിലൊക്കെ നമുക്കറിയാം HIV ബാധിതർ വളരെ കൂടുതലാണ്. അപ്പം അതിനെന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഞങ്ങളൊരു പ്രോജക്റ്റുണ്ട്, കസാക്സ് എന്ന് പറയും, കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രോജക്റ്റാണ്. അതിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇടയിൽ HIV വർദ്ധിക്കുന്നുണ്ട്. അവർ സെക്ഷൽ വർക്കേഴ്സാണ്. അപ്പോൾ അത് ബോധവൽക്കരണം കൊണ്ടും പലതരത്തിലുള്ള നമ്മൾ ട്രെയിനിങ്, മറ്റു കാര്യങ്ങൾ അതൊക്കെ കൊടുത്തുകൊണ്ട് അവരതിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് പരിശ്രമിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം, അതിനു വേണ്ടിയിട്ട് 250 അയൽക്കൂട്ടങ്ങൾ സമൃദ്ധിയുടെ കീഴിലുണ്ട്. നമുക്ക് 5 മേഖലകൾ മൂവാറ്റുപുഴ രൂപതയിലുണ്ട്. അതിൽ പ്രധാനമായിട്ടും മൂവാറ്റുപുഴ, പിന്നെ ഇവിടെ വരുമ്പോൾ പിറവം, പീച്ചി, കരിമ്പ, അട്ടപ്പാടി എന്നീ മേഖലകളാണ്. ഓരോ മേഖലയിലും ഒരു റീജിയണൽ ഓഫീസുണ്ട്. അതിൻ്റെ കീഴിൽ ഓരോ വൈദികരുണ്ട്. അതിൻ്റെ കീഴിൽ റീജിയണൽ കോർഡിനേറ്റേഴ്സ് ഉണ്ട്. അവരുടെ നേതൃത്വത്തിൽ 250 അയൽക്കൂട്ടങ്ങൾ, SHG സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അവരൊരുമിച്ച് തൊഴിൽ കണ്ടെത്തുന്നു, നമ്മളതിനുള്ള ഫണ്ട് കൊടുക്കുന്നു. അതുവഴി ഒരു കുടുംബം നിലനിൽക്കാനുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുടുംബം, സ്ത്രീകൾ അവരുടെ പ്രവർത്തന ഫലമായിട്ട് കുടുംബം പുരോഗമനം പ്രാപിക്കുമ്പോഴും ഒത്തിരിയേറെ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ സ്ത്രീകളാണ് മുന്നോട്ട് വരേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. ഈ വർഷം ഞങ്ങൾ ഒരു കാര്യം കൂടി ഫോക്കസ് കൊടുക്കുകയാണ്, കർഷകർക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം. അതിനുവേണ്ടി പ്രത്യേക ഒരു പ്രോജക്റ്റ് വെച്ച്, നമുക്കറിയാം വന്യമൃഗങ്ങളുടെ ശല്യം പോലെ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് സോളാർ ഫെൻസിങ് അങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അതിലൂടെ ഒരു 1000-ഓളം കർഷകർക്ക് പ്രയോജനം ലഭിക്കുകയാണ്. പ്രത്യേകിച്ച് അട്ടപ്പാടി ഭാഗത്താണ് അത് ഫോക്കസ് കൊടുക്കുന്നത്. അതിലൂടെ എത്രയും പേർക്ക് നന്മ ചെയ്യാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതും മറ്റു മതത്തിലുള്ളവർക്കാണ് കൂടുതലായിട്ട് കിട്ടുക. ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിംസ് ഉണ്ട്, ഹിന്ദു മതക്കാരുണ്ട്. ഇവർക്കെല്ലാവർക്കും നന്മ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതാണ് മെയിനായിട്ട് ഇപ്പോൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ. അതുകൂടാതെ മറ്റൊത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്യാൻസർ ബാധിതർക്ക് ആശാകിരണം എന്ന് പറയുന്ന പദ്ധതി. പിന്നെ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് സജീവം എന്ന് പറയുന്ന ഒരു ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിനുണ്ട്. അത് കാരിത്താസ് ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുകയാണ്. ഡ്രഗ്സ് ഉപയോഗം, നമുക്ക് പറയാം മദ്യപാനം ഒരു കുടുംബത്തെ എങ്ങനെയെല്ലാം ബാധിക്കുമെന്ന്. അതിലും വലുതായിട്ട് ബാധിക്കുന്നതാണ് ഡ്രഗ്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. ഡ്രഗ്സ്, അത് കഞ്ചാവ്, മറ്റ് ഡ്രഗ്സ്, MDMA ഇങ്ങനെ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് മൂലം യുവജനങ്ങൾ, കുഞ്ഞുങ്ങളൊക്കെ ഇതിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോവുകയാണ്. അതിൽ നിന്ന് മാറ്റി നിർത്തി അവർക്ക് ബോധവൽക്കരണം കൊടുത്ത്, കൗൺസിലിംഗ് കൊടുത്ത് അതിൽ നിന്ന് മാറ്റി നിർത്തുക. ഞങ്ങൾ പ്രത്യേക ഒരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. മൂവാറ്റുപുഴ രൂപതയിലെ MCYM കുഞ്ഞുങ്ങളാണിത് പ്രത്യേകമായിട്ട് നേതൃത്വം കൊടുക്കുന്നത്. മലങ്കര യൂത്ത് മൂവ്മെൻ്റ് ആണ്. അതിലെ കുഞ്ഞുങ്ങൾ പ്രത്യേകമായിട്ട് ഓരോ ഭവനങ്ങൾ കയറി ഇറങ്ങി അവർക്ക് വേണ്ടുന്ന മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. ഇങ്ങനെ ഒത്തിരിയേറെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ദൈവസഹായത്താൽ ഞങ്ങൾ ചെയ്യുന്നു. ഇനിയും ചെയ്യാനായിട്ട് നിങ്ങൾ ഓരോരുത്തരുടെയും നന്മ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനാ സഹായം പ്രത്യേകമായിട്ടും അപേക്ഷിക്കുകയാണ്. മൂവാറ്റുപുഴ രൂപതയുടെ മീഡിയ സോഷ്യൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് നടപ്പിലാക്കുന്നത്? പ്രത്യേകിച്ച് മീഡിയ പ്രവർത്തനം നമ്മുടെ യുവജനങ്ങൾക്ക് എത്രത്തോളം ആവേശം പകരുന്നുണ്ട്? ഈ രൂപതയിലെ എല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന ഒരു ഓൺലൈൻ വെബ്സൈറ്റ് നമുക്കുണ്ട്. ഈ വെബ്സൈറ്റ് www.movattupuzhadiocese.in എന്നാണ്. ഈ വെബ്സൈറ്റിൽ ഈ രൂപതയിലെ എല്ലാ വിവരങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. 2003 നിലവിൽ വന്ന ഈ ഭദ്രാസനത്തെ സംബന്ധിക്കുന്ന ചരിത്രവും അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തെ മുൻപിൽ നിന്ന് നയിച്ച അഭിവന്യ പിതാക്കന്മാരെ കുറിച്ചിട്ടുള്ള ചെറിയ ചരിത്രവും ഈ രൂപതയിൽ സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെക്കുറിച്ചും ഈ രൂപതയിലെ എല്ലാ ദേവാലയങ്ങളെക്കുറിച്ചുമുള്ള ചെറിയ വിവരണം നമുക്ക് ഈ വെബ്സൈറ്റിൽ ലഭ്യമാകും. അതോടൊപ്പം തന്നെ അനുദിനം ഈ ഭദ്രാസനത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും അതിൻ്റെ ചിത്രങ്ങളും ഈ വെബ്സൈറ്റിൽ അപ് ടു ഡേറ്റ് ആണ്. മൂവാറ്റുപുഴ ഭദ്രാസനത്തിൻ്റെ ബുള്ളറ്റിൻ്റെ പേര് വിമലനാദം എന്നാണ്. 3 മാസത്തിൽ ഒരിക്കലാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്. അഭിവന്യ പിതാക്കന്മാരുടെ സർക്കുലറുകളും ഈ രൂപതയുടെ മെത്രാപ്പൊലീത്ത ആയിരിക്കുന്ന
അഭിവന്യ തേഡോഷ്യസ് തിരുമേനിയുടെ ഇടയമൊഴിയും അതോടൊപ്പം തന്നെ സഭാതലമായ വാർത്തകളും കൂരിയ വാർത്തകളും വിവിധ സംഘടനകൾ MCA, MCYM, MCMF, വിൻസെൻ്റ് ഡി പോൾ, MCCL മുതലായ സംഘടനകളുടെ വാർത്തകളും ഈ രൂപതയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളുടെയും വിശദമായ റിപ്പോർട്ടുകളും നമുക്ക് ഈ വിമലനാദത്തിൽ കാണാനായിട്ട് സാധിക്കും. അങ്ങനെ വളരെ ഭംഗിയായി മൂവാറ്റുപുഴ ഭദ്രാസനത്തിലെ മീഡിയ കമ്മീഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും മുൻപോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. രൂപതകളിലൂടെ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ തിരിച്ചറിഞ്ഞത് സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ മൂവാറ്റുപുഴ ഭദ്രാസനത്തിന്റെ ചരിത്ര വഴികളാണ്. മറ്റൊരു രൂപതയുടെ വിശേഷവുമായി അടുത്തയാഴ്ച വീണ്ടും ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക.